അപ്പം ഞാൻ വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ട് പിന്നെയും എന്താ പറയുക സ്റ്റോപ്പായിപ്പോയി. എനിക്ക് അങ്ങനെ വീഡിയോ ഇടാൻ പറ്റില്ല. കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് വീട് പണിയല്ല, വീടിൻ്റെ പുറകുവശത്തെ വഴിയുടെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ല. സോ ഇനി അങ്ങോട്ടേക്ക് നമുക്ക് ഡെയിലി വ്ളോഗ്സ് ഇടാം. അങ്ങനെയാണ് ഇപ്പം എൻ്റെ ഒരു പ്ലാൻ. ഓക്കെ, അപ്പം കണ്ണ് ചെറിയൊരു അലർജിയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ്. എനിക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയണം. കാരണം വെച്ചാൽ എനിക്ക് കണ്ണൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞ് ഭയങ്കരമായിട്ട് വീങ്ങി കണ്ണ് കാണാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ എത്തും. അതിൻ്റെ കൂടെ തുമ്മൽ, വേറെ ചെറുതായിട്ട് മൂക്കുന്ന ബ്ലഡ് വരെ, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പം കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് പാൽ കൊടുക്കുന്നതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് അക്ഷയയിൽ പോകാൻ വേണ്ടി ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. സത്യം പറഞ്ഞാൽ എനിക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നുമില്ല. ഞാൻ ഒന്നും യൂസ് ചെയ്യാത്ത ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ കറൻറ്റ്ലി കുറച്ച് നാളായിട്ട് മിനിമലിസ്റ്റിൻ്റെ കുറച്ച് പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിക്കുള്ള മാറ്റങ്ങളുണ്ട്. എൻ്റെ മുന്നേ ഉള്ള ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ കണ്ടവർക്കറിയാം, എൻ്റെ മുഖത്തൊക്കെ ഭയങ്കര നല്ല രീതിക്ക് കുരുവും പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ടുള്ള കുഴികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് യൂസ് ചെയ്തതിന് ശേഷം ഫുള്ളായിട്ട് മാറിയെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നല്ല രീതിക്കുള്ള മാറ്റം എനിക്കുണ്ട്. അതെനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. കാണുന്നവർക്ക് ചിലപ്പം തോന്നില്ല. കാണുന്നവർക്ക് എന്നെ കാണുമ്പോഴത്തേക്കും അങ്ങനൊരു ഇതാണ്. അപ്പോൾ എന്തായാലും എനിക്ക് മാറ്റമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. എന്തെങ്കിലും അക്ഷയയിൽ പോവാം. ഞാൻ മിനിമലിസ്റ്റിൻ്റെ ഫസ്റ്റ് തന്നെ ക്ലെൻസർ കൊണ്ട് ഫേസൊക്കെ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫേസ് വാഷ് ചെയ്ത് ഇപ്പം മിനിമലിസ്റ്റിൻ്റെ ടോണർ ഇടുകയാണ്. അപ്പോൾ എനിക്ക് ഇതൊക്കെ യൂസ് ചെയ്തതിന് ശേഷം നല്ല രീതിക്ക് കുഴിയൊക്കെ ഭയങ്കരമായിട്ട് അടഞ്ഞതുപോലെ ഫീൽ ചെയ്യുന്നത്. അത് കുഴിയൊക്കെ കുറേ മാറി. എൻ്റെ മുഖം നിറച്ചും കുണ്ടും കുഴിയായിരുന്നു. ഞാൻ അതിനെപ്പറ്റി ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ കുഴിയും പാടുകളൊക്കെ മാറാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പൊടിക്കൈകളുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരാമെന്ന്. പക്ഷേ ആക്ച്വലി എന്താ പറയുക, എനിക്കെല്ലാവരും കുറേ പ്രൊഡക്റ്റുകൾ പറഞ്ഞു തന്നു. അതിൽ കുറേ ആൾക്കാർ പറഞ്ഞതാണ് മറ്റേ നയാസിനമേഡ്, മറ്റേ സാലിസിലിക് ആസിഡൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറയുമെന്നുള്ളത്. പക്ഷെ ഞാൻ പേടി കാരണം ഞാനൊരു തേങ്ങ ഞാൻ മുഖത്ത് യൂസ് ചെയ്യില്ല. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി. ഇത് ആക്ച്വലി എന്താ പറയുക, എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമല്ല. പക്ഷേ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. എന്താ പറയുക, അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് യൂസ് ചെയ്തതിന് ശേഷം നല്ല രീതിക്കുള്ള മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതും മിനിമലിസ്റ്റിൻ്റെ ഒരു സെറമാണ്. ഇതും നല്ല രീതിക്ക് എനിക്ക് വർക്കായൊരു സാധനമാണ്. ഞാൻ യൂസ് ചെയ്ത എല്ലാ മിനിമലിസ്റ്റിൻ്റെ എല്ലാ സാധനവും എനിക്ക് അത്യാവശ്യം അടിപൊളിയായിട്ടാണ് തോന്നിയത്. ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതുവരെ എനിക്ക് അലർജി ആവുമോ എനിക്ക് ഒരു പ്രശ്നവും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്നറിയില്ല. കാരണം എല്ലാം കൂടെ ഏകദേശം 4000-അടുത്തെങ്ങാണ്ടായി എന്നാണ് പറഞ്ഞത്. എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, പിന്നെ ഈ അവിടെയുള്ള കുരുവൊക്കെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയായതുകൊണ്ട് 2-3 ദിവസം യൂസ് ചെയ്യാതെ ഇരുന്ന് അങ്ങനെ വന്നതാണ്. സത്യം പറഞ്ഞാൽ ഇതെടുത്ത് തുറന്ന് യൂസ് ചെയ്യണമല്ലോ, അതിനുള്ളൊരു മടി കാരണം എനിക്ക് വന്നതാണ്. ആക്ച്വലി എൻ്റെ മടി കാരണമാണ് എൻ്റെ മോന്ത ഇങ്ങനെ ആയത്. കാരണം എന്തെങ്കിലുമൊക്കെ വാങ്ങി തേക്കാൻ മടിയാണ്. പിന്നെ പൈസയുടെ പ്രശ്നമൊക്കെ കൊണ്ടും അങ്ങനെയൊക്കെ പറയാം. ഇത് ഡേംഡോക്കിൻ്റെയാണ് കേട്ടോ. ഇത് ഡേംഡോക്കിൻ്റെ ഡേ ക്രീമാണ്. അപ്പം എന്തായാലും പോവല്ലേ, അപ്പം ഞാൻ വിചാരിച്ചു ഒന്നും കൂടെ മുഖം കഴുകിയിട്ട് ഇതൊക്കെ ഇടാം. സൺസ്ക്രീം ഇടണമെന്നുണ്ട്, പക്ഷേ ഇവിടെ ഭയങ്കര മഴയായതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഇടണം എന്നാണ്, പക്ഷേ ഞാൻ തൽക്കാലത്തേക്ക് അത് ഇടുന്നില്ല. ഇതിൻ്റെ ഡേംഡോക്കിൻ്റെ തന്നെ നൈറ്റ് ക്രീമും ഉണ്ട് കേട്ടോ. അത് അത്യാവശ്യം നല്ലൊരു സാധനമാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഡോക്ടർ കോൺട്രസ്റ്റ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ലിപ് ബാമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ചുണ്ട് ഭയങ്കര ഡാർക്കായിരുന്നു. ഇതിനും ഡാർക്കായിരുന്നു. അപ്പോൾ ഞാൻ വേണ്ടാത്ത കുറേ ലിപ്സ്റ്റിക്കൊക്കെ വാരിയിട്ടിട്ടാണ് ഇത്രയും ഡാർക്കായത്. അപ്പോൾ ഈ ഒരു ലിപ് ബാം എനിക്ക് ഭയങ്കരമായിട്ട് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം നല്ല രീതിക്ക് മാറി വരുന്നുണ്ട്. ചുണ്ടിന് ഇച്ചിരി കളറൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്കിത് തേക്കാം. ഇതിവിടെ കരിഞ്ഞിരിക്കുന്നത് ചെറുതായിട്ട് ചുണ്ട് പൊട്ടിൻ്റെയാണ്. നമ്മളതൊന്നും വലിയ കാര്യമൊക്കെ ഉണ്ടാവും, എനിക്കുണ്ടാവും. എൻ്റെ ഈശ്വര, സബ്സ്ക്രിപ്ഷൻ ആവുക. നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം.
ഈ ലിപ് ബാമിൻ്റെ മുകളിൽ ലിപ്സ്റ്റിക്ക് തേക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ ചുണ്ടിൽ പ്രത്യേകിച്ച് ഒരു കാര്യം എഫക്റ്റ് ചെയ്യുന്നില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. എൻ്റെ ഈശ്വര, ഇത് കണ്ട എല്ലാവരും വിചാരിക്കും എൻ്റെ എന്തൊരു റെഡ് കളറാണ്. ആക്ച്വലി ഇത് ഇടുമ്പോൾ മാത്രം ഇത്ര ഇറച്ച് നിൽക്കുന്ന റെഡുള്ളൂ കേട്ടാ. ഇച്ചിരി എൻ്റെ കയ്യിലായി, നമുക്കത് ഇവിടെയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി പോയിട്ട് എൻ്റെ കൊച്ചിനെയും കൂടെ റെഡിയാക്കണം. അത് വേറൊരു കാര്യം. അപ്പം നമുക്കിന്ന് കാർക്കൂന്തൽ ചീവാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് കണ്ടിട്ട് എനിക്ക് തന്നെ ഒരുമാതിരി വരുന്നുണ്ട്. പിന്നെ ഞാൻ പറയാൻ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പണ്ടാരം പിടിച്ച മുടി ഇപ്പം ചീവിട്ട് വന്നേ ഉള്ളൂ. എൻ്റെ മുടിയിൽ ഒരൊറ്റ മുടി കൊഴിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഒന്ന് പ്രസവിച്ചു, ഞാൻ ഒന്ന് പെറ്റതിന് ശേഷം എൻ്റെ ദൈവമേ, എനിക്കറിയാൻ പാടില്ല എന്തോരം മുടിയാണ് കൊഴിഞ്ഞു പോകുന്നത്. അങ്ങനെ നമ്മൾ മുടിയൊക്കെ കെട്ടിക്കഴിഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെറ്റ് കയറി ഇതണ്ട, ഇതെൻ്റെ അമ്മ പണ്ട് തൊട്ടേ വലിച്ച് കെട്ടി നെറ്റിയൊക്കെ മറ്റേ ഗ്രൗണ്ട് പോലെയായി. അപ്പോൾ ഇവിടെ അത്യാവശ്യം മുടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വീട്ടിലപ്പുറത്തെ ചേച്ചി അതുവഴി പോകുന്നു. അപ്പം കുറച്ച് മുടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പ്രസവം കഴിഞ്ഞപ്പം കൊഴിഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്നൊക്കെ കൊഴിഞ്ഞു പോയി. എന്തൊക്കെ ആവട്ടെ, നമ്മുടെ പപ്പും പൂടെയൊക്കെ നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അക്ഷയയിൽ പോകാം. എങ്ങനെയുണ്ട്? ഞാൻ ചെറിയൊരു കുർത്തിയാണ് ഇട്ടിട്ടുള്ളത്. എങ്ങനെയുണ്ട് ഗായ്സ്? എനിക്കറിയാൻ കൊള്ളൂല, പക്ഷേ ഞാൻ സുന്ദരിയാണ്. അപ്പം നമുക്ക് അക്ഷയയിൽ പോയിട്ട് വരാം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബൊക്കെ ചെയ്യാം, ഞാൻ നിർബന്ധിക്കില്ല കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, എന്താ പറയുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അങ്ങനെ എന്തൊക്കെ ഇല്ലേ, അതൊക്കെ ചെയ്ത. പിന്നെ വേറൊരു കാര്യം ഞാൻ മെയിനായിട്ടും പറയാമെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ യൂസ് ചെയ്ത പ്രൊഡക്റ്റിൻ്റെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ലോങ് ആയിപ്പോയി. സോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതിൽ ഞാൻ ഓരോരോ പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു തരാം. അതായത് ഇപ്പം കാണിക്കില്ല, കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം. കാരണം എനിക്ക് അത്യാവശ്യം ഇപ്പോൾ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ മുഖത്ത് ഭയങ്കരമായിട്ടുള്ള കുരുവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നല്ല രീതിക്കുള്ള മാറ്റം ഉണ്ട്. സോ ഞാൻ അതിൻ്റെ വീഡിയോസ് ഇനി വരുന്ന ഏതെങ്കിലും ഒരു ദിവസം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇനി അങ്ങോട്ടേക്ക് ഡെയിലി വ്ളോഗ്സ് ഉണ്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.